ഹേ ഗായ്സ്, ഹേ ഗടികളെ, അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ തുടങ്ങാറ്. അപ്പോൾ തൃശ്ശൂരുകാർക്കും എല്ലാത്തവർക്കും സ്വാഗതം. നമ്മളെന്ന് വന്നിരിക്കുന്നത് വിജയണ്ണൻ്റെ പിറന്നാൾ പ്രമാണിച്ച്, അതായത് ജൂൺ 22 വിജയണ്ണൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് ജൂൺ 21 കുറച്ചധികം സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പോക്കിരി തുപ്പാക്കി എന്ന് പറയുന്ന സിനിമകളാണ് മെയിൻലി എല്ലാ സെൻറ്റേഴ്സിലും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ മാസ്റ്ററും വേറെ അഴകിയ തമിഴ് മകനും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം വെച്ച് കേട്ടത്. അറിയില്ല, ബുക്ക് മൈ ഷോ പറഞ്ഞ കാര്യമാണ്. നമ്മൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നേരെ റിവ്യൂലോട്ട് കിടക്കാം. സോ ഗൈസ്, ഈ സിനിമയുടെ റിവ്യൂ എന്ന് പറയുന്നതിന് ഉപരി, കാരണം റിവ്യൂ എന്ന് പറയുന്നതിന് പകരം പലരും സിനിമ കണ്ടിട്ടുണ്ടാകും. കൈരളി ടി വിയിലായാലും കൈരളി ടി വിയിലായാലും ബാക്കി ചാനൽസിലായാലും തമിഴും മലയാളം വേർഷനായിട്ട് നിങ്ങൾ കുറേ വട്ടം കണ്ടിട്ടുണ്ടാകും. എസ്പെഷ്യലി നിങ്ങളൊരു വിജയ് ഫാനാണെങ്കിൽ വീഡിയോ എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് ശരിക്കും കിടക്കാം. ഈ സിനിമേനെ പറ്റി നമ്മൾ പറയുമ്പോൾ, ഈ സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റി അവർ 4K ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനെയാണല്ലോ റീമാസ്റ്റർ ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ ഈ പോക്കിരി എന്ന് പറയുന്ന സിനിമ എനിക്ക് ഗില്ലിനേനും കുറച്ചും കൂടി നന്നായിട്ട് അവർ വിഷ്വലി ഇമ്പ്രൂവ് ചെയ്തെന്ന് തോന്നി. ബട്ട് സൗണ്ട് ആവറേജ് ആയിരുന്നു, അതായത് ഒരു എബോവ് ആവറേജ് ലെവലിലായിരുന്നു. ഗില്ലിയുടെ സൗണ്ട് ഒരു കിഡ്ലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തിയേറ്ററിൻ്റെ ആണോന്ന് അറിയില്ല, ബട്ട് ഇത് ഒരു എബോവ് ആവറേജ് സൗണ്ട് ആയിരുന്നു. എന്നാലും അണ്ണൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഏത് സ്പീക്കറായാലും നമുക്ക് ധാരാളമാണല്ലോ, എസ്പെഷ്യലി ഫോർ വിജയ് ഫാൻസ്. സോ പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൗണ്ടും വിഷ്വൽ ക്വാളിറ്റിയും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമയിൽ കുറച്ച് ഡിലീറ്റഡ് സീൻസ്, അതായത് സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത്, അതായത് ശരിക്കും 2007, അതായത് ഞാൻ ജനിക്കുന്നതിന് 1 വർഷം മുന്നേ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ കാണിക്കാത്ത കുറച്ച് സീനുകൾ ഇതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കൈരളി ടി വിയിലൊക്കെ ഇടയ്ക്ക് ഡിലീറ്റഡ് സീൻസ് കാണിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ പോക്കിരി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ടായില്ല. അതുകൊണ്ടൊരു പുതിയ സിനിമ ആണെന്നൊരു ഫീലായിരുന്നു എനിക്ക്. അതിനെ കുറിച്ച് തുപ്പാക്കിയൊക്കെ എനിക്ക് നല്ല മനപ്പാടാണ് കഥടക്കം. അതുകൊണ്ട് ഞാൻ തുപ്പാക്കി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുപ്പാക്കി ഞാൻ കാണാൻ പോവും, തരം കിട്ടിയാൽ കാണാൻ പോവും. സോ നിങ്ങൾ ഒരു കട്ട വിജയ് ഫാനാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിലേതെങ്കിലും, അല്ലെങ്കിൽ തുപ്പാക്കി ഓർ പോക്കിരി വട്ടവർ ഏത് സിനിമ ആണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട്, നിങ്ങളുടെ അണ്ണൻ്റെ പിറന്നാളുടെ തലേദിവസം തന്നെ പോയി കണ്ട് ഫാൻസിൻ്റെ ഒപ്പം ഉണ്ടായ അനുഭവം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വിജയ് വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വരുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം ധ്യാൻ ദേവിച്ച്. വിജയണ്ണനെ എൻ്റെ ഹൃദയം നിറഞ്ഞ 9ാം പിറന്നാൾ ആശംസകൾ കൂടി നേരുന്നു. ധ്യാൻ ദേവിച്ച് സൈനിങ് ഓഫ്. ബൈ.